മമ്മൂട്ടിയെയും വിനായകനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ തിയേറ്ററുകളിലെത്തിയതിന് പിന്നാലെ മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത്. നായകന്റെയും പ്രതിനായകന്റെയും പ്രകടനങ്ങൾ ഗംഭീരമായിട്ടുണ്ടെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം. മമ്മൂട്ടിയുടെ പ്രകടനത്തിനൊപ്പം തന്നെ വിനായകൻ പതിവ് പോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നാണ് കമന്റുകൾ. ചിത്രത്തിന്റെ തിരക്കഥയ്ക്കും കഥ പറച്ചിൽ രീതിക്കും മികച്ച അഭിപ്രായം തന്നെയാണ് നേടുന്നത്. പുതുമ നിറഞ്ഞ രീതിയിൽ ത്രില്ലിംഗ് ആയ സ്റ്റൈലിലാണ് ചിത്രം കഥ പറയുന്നതെന്നും ജിതിന്റെ സംവിധാന മികവ് എടുത്തു പറയേണ്ടതാണെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രകടനത്തിനും കയ്യടികൾ ഉയരുന്നുണ്ട്. സിനിമയുടെ ആദ്യ പകുതിയും ഇന്റർവെൽ ബ്ലോക്കും മികച്ച അഭിപ്രായം തന്നെയായിരുന്നു നേടിയിരുന്നത്. കളങ്കാവൽ ബോക്സ് ഓഫീസിലും മികച്ച നേട്ടം കൊയ്യുമെന്നാണ് ആദ്യ ഷോയ്ക്ക് പിന്നാലെ ഉയരുന്ന പ്രതികരണങ്ങൾ. മുജീബ് മജീദിന്റെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും സിനിമയുടെ ആസ്വാദനത്തെ കൂടുതൽ മികച്ചതാക്കിയെന്നും അഭിപ്രായങ്ങളുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫെയർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്തത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം കൂടിയാണ്. കേരളത്തിനു പുറത്തും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ആണ് ലഭിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഗൾഫിലും മികച്ച പ്രീസെയിലാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത്. ദുൽഖർ സൽമാൻ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥയൊരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൽ. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തുന്ന മമ്മൂട്ടി ചിത്രം എന്ന നിലയിൽ വലിയ ആകാംക്ഷയോടെയും ആവേശത്തോടെയുമാണ് പ്രേക്ഷകരും മലയാള സിനിമാ ലോകവും കളങ്കാവലിനെ കാത്തിരുന്നത്. ആ പ്രതീക്ഷകൾ വെറുതെ ആയില്ല എന്ന് തെളിയിക്കുകയാണ് ചിത്രത്തിന് വരുന്ന പ്രതികരണങ്ങൾ.